നോക്കൂ, റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇതാ ഗാലറിക്ക് പേരായി കേരളത്തിന്റെ പെരിയാറും. പ്രധാന നദികളുടെ പേരിലായിരിക്കും ഓരോ ഗാലറികളും ഉണ്ടാവുക. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, ഗോദാവരി, സത്ലജ് തുടങ്ങിയ പേരുകൾക്കൊപ്പമാണ് പെരിയാറിന്റെ പേരും എത്തുന്നത്. YS അഭിനന്ദ് ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിനന്ദ്, രാജ്യത്തെ പ്രധാനപ്പെട്ട നദികളുടെ പേരുകൾ ഗാലറിക്ക് നൽകുമ്പോൾ പെരിയാറും അതിലിടം പിടിക്കുന്നു എന്നത് അഭിമാനകരം തന്നെയാണ്. ഇതാ കേരളത്തിന് അഭിമാനമായാണ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഗാലറിക്ക് ഇപ്പോൾ പെരിയാർ എന്നുകൂടി പേരിട്ടിരിക്കുന്നത്. രാജ്യത്തെ നദികളോടുള്ള ആദര സൂചകമായാണ് ഈ ഗാലറികൾക്ക് ഇത്തരത്തിലേക്ക് പേര് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. അവിടെ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനെത്തുന്ന കാണികൾ ഇരിക്കുന്ന സ്ഥലം, അതാണ് ഗാലറി. ആ ഗാലറികൾക്കാണ് രാജ്യത്തെ തന്നെ ഉടനീളമുള്ള വിവിധ നദികളുടെ പേര് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു ഗാലറിയുടെ പേര് നമ്മുടെ കേരളത്തിന്റെ പെരിയാർ എന്നാണ് നൽകിയിരിക്കുന്നത്. അത് അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ബിയാസ്, ബ്രഹ്മപുത്ര, ചമ്പൽ, ചിനാബ്, ഗംഗ, ഗോദാവരി, സിന്ധു, കാവേരി, കോസി അങ്ങനെ വിവിധ രാജ്യത്തിന് ഉടനീളം ഒഴുകുന്ന നദികളുടെ പേരാണ് ഇപ്പോൾ ഗാലറികൾക്ക് നൽകിയിരിക്കുന്നത്. നദീ സംരക്ഷണ പ്രവർത്തകരായ 163 പേരും നാളെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ഒക്കെ നാളെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകും. അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ ഗാലറി. ആ ഗാലറിക്കാണ്, ഒരു ഗാലറിക്ക് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നദിയായ പെരിയാറിന്റെ പേരും ഇപ്പോൾ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വിനീത, ശരി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ നിന്നും. ഏതാണ്ട് റിപ്പബ്ലിക് ദിന പരേഡിനൊക്കെയുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനവുമുള്ളത്. അതിനിടയിലാണ് പെരിയാറിന്റെ പേര് ഗാലറിക്ക് നൽകിയെന്ന സന്തോഷ വാർത്തയെന്ന് വരുന്നത്.